മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പരാതികൾ റവന്യൂ മന്ത്രി കെ രാജൻ രംഗത്ത്. പരാതിയുമായി ആര് വന്നാലും അവ പരിഹരിക്കുമെന്ന് മന്ത്രി. കേന്ദ്ര സർക്കാരിന് നൽകാനുള്ള നിവേദനം അടുത്ത ദിവസം സമർപ്പിക്കുമെന്നും മന്ത്രി രാജൻ 24നോട് പറഞ്ഞു. SKN, വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. റവന്യൂ മന്ത്രി കെ രാജൻ വയനാട്ടിൽ ഇപ്പോഴുമുണ്ട്. അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ നേരിട്ട് ചോദിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ആശങ്കകൾ പടരുന്ന ചില വാർത്തകൾ വരുന്നു, അതിൽ വസ്തുതകൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളതും തിരക്കേണ്ടതുണ്ട്. ഈ ക്യാമ്പിൽ നിന്നുള്ളവരോട് നിർബന്ധപൂർവ്വം നിങ്ങൾ വീട് കണ്ടെത്തി പോകണം എന്നിങ്ങനെ പറയുന്നു എന്നുള്ളൊരു പരാതി വന്നിരിക്കുന്നു. എന്താണ് വസ്തുത? ഞാനിപ്പോൾ 24നോട് ഏറ്റവും വിശ്വസ്തയോടുകൂടി പറയുന്നു. ഒരാളുടെ പേര് പറഞ്ഞു. ഞാനിത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ റിപ്പോർട്ട് ഇനി 4 ക്യാമ്പുകളിലായി ബാക്കി നിൽക്കുന്ന 35 കുടുംബങ്ങളെക്കുറിച്ചാണ്. 35 കുടുംബങ്ങൾ. ആ 35 കുടുംബങ്ങളിൽ ഒരാളുടെ പേര് പറഞ്ഞു. നമുക്ക് നോക്കാം. ഞാനൊരു കാര്യം കൂടി ദീപക്കിനോട് പറയട്ടെ. SKN കാണുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നലെ വലിയ നേട്ടമാണ് 24 ഉണ്ടാക്കിയത്. ഒരു ബിഗ് സല്യൂട്ട്. ഗംഭീരമായി വാർത്താ ആളുകൾ കാണുന്നതിൽ 1ാം സ്ഥാനത്തെത്തി. 24ന് പ്രത്യേക അഭിവാദ്യം. ഈ പ്രയാസങ്ങളിൽ, ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്നു. നല്ലതുപോലെ മാധ്യമങ്ങളൊപ്പം നിന്നതുപോലെ 24 ഒപ്പം നിന്നു. അപ്പോൾ ഈ വാർത്താ മാധ്യമങ്ങളിൽ ആളുകൾ കാണുന്നതിൽ നിങ്ങൾ 1ാം സ്ഥാനം നേടിയതിലൊരു പ്രത്യേക അഭിവാദ്യം. താൽക്കാലിക പുനരധിവാസം എന്നുള്ളത് ഒരു ഇടക്കാല ആശ്വാസമാണ്. വലിയൊരു പുനരധിവാസം മുൻപിൽ കിടക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ സഹായം ഒന്നും കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള ഒരു റീഹാബിലിറ്റേഷൻ സ്കീമായിരിക്കും, പ്രൊജക്റ്റായിരിക്കും എന്നുള്ളതാണ്. എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ചീഫ് സെക്രട്ടറി വന്ന് നേരിട്ട് ദുരന്തബാധിത പ്രദേശങ്ങളിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ്. അത് ക്യാബിനറ്റ് ആലോചിക്കും. ക്യാബിനറ്റ് ആലോചിച്ചാൽ എല്ലാ കക്ഷി നേതാക്കളുമായിട്ട് ആലോചിക്കും. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സർവകക്ഷി യോഗത്തിന് ശേഷമാണ് ടൗൺഷിപ്പ്. സർവകക്ഷി യോഗത്തിന് ശേഷമായിരിക്കും ടൗൺഷിപ്പ്. വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു. സർവകക്ഷി യോഗം നടത്തി ഈ വീടുകൾ തയ്യാറാക്കാൻ എന്ന് പറഞ്ഞ് എല്ലാവരുമായും കൂടി ആലോചിച്ച് ഒരു വലിയ ടൗൺഷിപ്പ്. ഒരു പ്രശ്നം മിനിസ്റ്റർ, ഇതിൽ കേന്ദ്രത്തിൻ്റെ ഒരു സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല. റിപ്പോർട്ട് വേണമെന്ന് പറയുന്നത് ഇടക്കാല ആശ്വാസവും കിട്ടിയിട്ടില്ല. ഇതൊക്കെ ചെയ്യാൻ കേരളത്തിൻ്റെ കയ്യിൽ കാശെങ്ങനെ? കേന്ദ്ര സഹായത്തെക്കുറിച്ച് എന്താ പറയുന്നത്? കേരളം അതിജീവിക്കും. എന്താണ് പേടിക്കുന്നത്? ദീപക്കിനറിയാലോ. നമ്മൾ ആദ്യത്തെ ദിവസം ആശുപത്രി പോകുമ്പോൾ ഒരു പാവപ്പെട്ട പെൺകുട്ടി അയച്ചില്ലേ, മുല കൊടുക്കാനാവാത്ത കുട്ടികളുണ്ടെങ്കിൽ നിറമാറ് കൊടുക്കാൻ തയ്യാറായ അമ്മമാരുണ്ട്. കേരളത്തിന് വിശ്വാസം അതാണ്. എല്ലാ കിട്ടാവുന്ന ഏജൻസികളുടെയും സഹായം മേടിക്കുക എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ ഗുണകരമായി നോക്കും. എനിക്ക് എൻ്റെ ഫലമായിട്ടുള്ള ധാരണ 1979 ഗുജറാത്തിലെ ദുരന്തത്തെക്കുറിച്ചുകൂടി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ, അതുകൂടി താരതമ്യപ്പെടുത്തിയ സാഹചര്യത്തിൽ പണം കിട്ടുമെന്നാണ്. ഇല്ലാതായാൽ ആ ഘട്ടത്തിൽ